ഭോജശാല അമ്പലം, കമാൽ മൗല മോസ്ക്, ഇതിനെക്കുറിച്ചുള്ള വിവാദം 2 ദിവസം മുമ്പ് സുപ്രീം കോടതിയുടെ സമക്ഷം വന്നപ്പോൾ സുഹൃത്തുക്കളെ, സ്വാഭാവികമായിട്ടും ഞാൻ രാഹുൽ ഈശ്വറിന്റെ ഒരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കുക ഈ ഒരു വീഡിയോ മിക്കവാറും ഇത് സംഘികൾക്കെതിരെയുള്ള ഒരു വീഡിയോ ആണ്. ഇത് സംഘികൾക്കെതിരെയുള്ള വീഡിയോ അല്ല. ഏതെങ്കിലും അമ്പലങ്ങൾ പിടിച്ചടക്കാൻ വേണ്ടിയിട്ട് അമ്പലങ്ങളല്ല, പള്ളികൾ പിടിച്ചടക്കാൻ വേണ്ടിയിട്ട് സംഘികൾ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ഉത്തരേന്ത്യയിലെ പുതിയ അമ്പലങ്ങളൊക്കെ കണ്ടെത്തിയിരിക്കുന്നു. അത് മിക്കവാറും ഏതെങ്കിലും മുസ്ലിം പ്രദേശത്തായിരിക്കും, അല്ലെങ്കിൽ ഒരു മുസ്ലിം പള്ളിയുടെ അടിയിൽ അമ്പലം കണ്ടെത്തിയിരിക്കുന്ന വിഷയങ്ങളൊന്നുമല്ല. പക്ഷേ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി ഒരു ഗംഭീര ഉത്തരവ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനി പുതിയ അമ്പലങ്ങളൊന്നും കണ്ടെത്താൻ നിൽക്കണ്ട, ഇനി പുതിയ ക്ഷേത്രങ്ങളൊക്കെ പലയിടത്തുണ്ടെന്ന് പറഞ്ഞിട്ട് പലതും മാന്തി പൊളിക്കുന്ന ശ്രമങ്ങളൊക്കെ നിർത്തണം എന്ന് പറയുന്ന ഒരു ശക്തമായിട്ടുള്ള ഒരു സംഗതിയിലേക്ക് ഇപ്പോൾ സുപ്രീം കോടതി മാറിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ രാഹുൽ ഈശ്വർ പറയുന്നത്. ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇനി എന്താണ് നമ്മുടെ ഈ ഒരു സംഖ്യകളെ കൂടി ചെയ്യാൻ പോകുന്നത് എന്നുള്ള സംഗതി കൂടി നിങ്ങളൊന്ന് പറഞ്ഞുതരാം. കൃത്യമായിട്ട് കേട്ടിരിക്കുന്നത് അപ്പൊ മനസ്സിലാക്കും. തർക്കങ്ങളിൽ നിലപാട് കടുപ്പിച്ചു സുപ്രീം കോടതി. ഭോജശാല അമ്പലം, കമാൽ മൗല മോസ്ക്, ഇതിനെക്കുറിച്ചുള്ള വിവാദം 2 ദിവസം മുമ്പ് സുപ്രീം കോടതിയുടെ സമക്ഷം വന്നപ്പോൾ സുപ്രീം കോടതി വീണ്ടും വളരെ നിലപാട് ശക്തമാക്കി. ഇതിന്റെ ഈ കേസ് ബാക്കി ആരും കേൾക്കണ്ട, മധ്യപ്രദേശിൽ കേട്ടോണ്ടിരിക്കുന്ന കേസ് ഞങ്ങൾ നേരിട്ട് കേട്ടോളാം. അത് വാലിഡിറ്റി ഓഫ് പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് എന്ന് പറയുന്ന വളരെ സുപ്രധാനമായ ഇന്ത്യയുടെ ചരിത്ര പ്രധാനമായ നിയമത്തിന്റെ കാര്യത്തിന്റെ കൂടെ കേട്ടോളാമെന്ന് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ പറയുകയുണ്ടായി. കഴിഞ്ഞ ഏപ്രിലിൽ സുപ്രീം കോടതി തന്നെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇവിടെ ഒരു സർവേ നടത്താൻ അനുവാദം കൊടുത്തിരുന്നു. പക്ഷെ അതിന്റെ ബേസിൽ ഒരു ആക്ഷനും എടുക്കരുത് എന്ന് സുപ്രീം കോടതി പറഞ്ഞു. പക്ഷെ ഇപ്പം വീണ്ടും കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാനായി പല തീവ്ര ഹിന്ദുത്വവാദികളും ഈ പ്രശ്നങ്ങളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ സുപ്രീം കോടതി വീണ്ടും ശക്തമായ നിലപാടെടുക്കുകയും മറ്റ് യാതൊരു രീതിയിലുള്ള കേസുകൾ പുതിയതായിട്ട് എന്റർടൈൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറയുകയും ചെയ്തു. നമ്മുടെ സ്ഥിരം അഡ്വക്കേറ്റായ അഡ്വക്കേറ്റ് വിഷ്ണു ശങ്കർ ജെയിൻ തന്നെയാണ് ഇതിലെ കക്ഷി. ഓടി നടന്ന പള്ളികൾക്കെതിരെ കേസ് കൊടുക്കുക. വിഷ്ണു ശങ്കർ ജെയിൻ കോടതിയിൽ അപ്പിയർ ചെയ്ത് പറഞ്ഞു ഇത് പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ടുമായിട്ട് യാതൊരു ബന്ധവുമില്ല, അതുകൊണ്ട് കോടതി കീഴ്ക്കോടതികളെ അത് കേൾക്കാൻ അനുവദിക്കണം തുടങ്ങിയ കാര്യങ്ങൾ. പക്ഷേ ഏതായാലും കീഴ്ക്കോടതിയെ അംഗീകരിക്കാനോ അതിന് കേൾക്കാനൊന്നും ഈ ഒരു സുപ്രീം കോടതി തയ്യാറല്ല എന്നുള്ളതാണ്. സംഗതി കിടക്കട്ടെ. ഞാനിപ്പോൾ പറയാൻ വയ്ക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതെങ്കിലും പള്ളി വിളിച്ചൊരു അമ്പലം ഉണ്ടാക്കാൻ പോകാൻ വേണ്ടിയിട്ട് ആ ഒരു വക്കീൽ ഓടി നടന്നിട്ട് എല്ലാ പള്ളിക്കും താഴെ കുഴിച്ചു നോക്കെന്ന് പറയുന്ന കേസിനെ കുറിച്ചിട്ടല്ല. നമ്മുടെ ഒരു BJP നേതാവ് സംഗതി എന്താന്ന് പറഞ്ഞുതരാം. ഇന്ത്യ ഗേറ്റിന്റെ പേര് മാറ്റണം. ഇനി ഇവര് ഏകദേശം പള്ളികളൊക്കെ നിർത്തിയിരിക്കുകയാണ്, മുസ്ലിം സ്ഥലങ്ങളൊക്കെ നിർത്തിയിരിക്കുകയാണ്. പള്ളികളൊക്കെ കുഴിച്ചു നോക്കിയിട്ട് അതിൻ്റെ അടിയിലൊക്കെ അമ്പലങ്ങളുണ്ടോ എന്നുള്ളത് നോക്കുന്ന പരിപാടി ഇവർ ഏകദേശം നിർത്തിവെച്ചിട്ട് ഇനി ഇന്ത്യയിലെ മറ്റു സ്ഥലങ്ങളിലേക്ക്, മറ്റു നമ്മുടെ എത്രയോ കാലമായിട്ടുണ്ടാകുന്ന ഒരുപാട് പ്ലേസസിലേക്ക്, അതിന്റെ സ്ഥല പേരുകളിലേക്കൊക്കെ ഇവർ മെല്ലെ മെല്ലെ എൻട്രി ചെയ്യാണ്. ഏകദേശം UP-യിലെ ആ ഒരു ആദിത്യനാഥ് എന്ന് പറയുന്ന സന്യാസി എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ഒരു മനുഷ്യന്റെ ഏകദേശം നടത്തി കഴിഞ്ഞു നമുക്കറിയാം. എന്തായാലും ഇന്ത്യ ഗേറ്റിന്റെ പേര് മാറ്റണമെന്നും ഭാരത് മാതാദ്വാർ എന്നാക്കി മാറ്റണമെന്നാണ് ഇപ്പോൾ ഒരു പുതിയ ആവശ്യം വന്നിരിക്കുന്നത്. സംഗതി പ്രധാനമന്ത്രി കത്തെഴുതിയത് ന്യൂനപക്ഷ മോർച്ച ദേശീയ അധ്യക്ഷനാണ്. ഇദ്ദേഹത്തിന്റെ ഒരു കത്തൊക്കെ ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. നാഷണൽ പ്രസിഡന്റ് മൈനോറിറ്റി മോർച്ച എന്ന് പറയുന്ന ഒരു ഇതിൽ കൃത്യമായിട്ടും പ്രധാനമന്ത്രിക്ക് ഒരു കത്ത് എഴുതിയിരിക്കുകയെന്ന് ഒരു ചങ്ങാതി വാർത്ത കൊടുത്തിരിക്കുന്നത് മാതൃഭൂമി ന്യൂസിലാണ്. ഈ 6-ാം തീയതിയാണ് ഈ ഒരു വാർത്ത വന്നിട്ടുള്ളത്. സംഗതി ഭാരത് മാതാദ്വാർ എന്നാക്കണമെന്നാണ് അവർ വന്നിരിക്കുന്നത്. ഇത് വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ എങ്ങനെയെങ്കിലും നമ്മുടെ ഇന്ത്യ എന്നുള്ള പേര് വരുന്ന എല്ലാ സംഗതികളും മാറ്റി പണിയണം എന്നുള്ളതാണ്. ഇന്ത്യ ഗേറ്റ് അതുകൊണ്ട് തന്നെ അവർക്ക് മാറ്റണം. ഇന്ത്യ ഗേറ്റ് എന്ന് പറയുമ്പോൾ അത് പരിപൂർണമായിട്ട് ആംഗലേയമായി മാറിയല്ലോ, ഇംഗ്ലീഷിന്റെ ഒരു ചോയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് മുഴുവൻ ഇന്ത്യനൈസ്ഡ് ആയിരിക്കണം, പരിപൂർണമായിട്ട് ഭാരതവൽക്കരിക്കണം എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ട് ഈ ചങ്ങാതി പേര് മാറ്റണം എന്ന് പറയുന്നത് ഭാരത് മാതാദ്വാർ എന്നുള്ളതാണ്. ഇത് ഏറ്റവും വലിയ പ്രശ്നമായത് നമ്മുടെ മലയാളികൾക്കാണ്. മലയാളികള് ഈ ഭാരത് മാതാദ്വാർ എന്ന് പറയുന്ന സംഗതി ചുമ്മാ മലയാളത്തിലേക്കൊന്ന് തർജ്ജമ ചെയ്ത് നോക്കി. ഭാരത് മാതാവിൻ ബാക്കി ഞാൻ പറയുന്നില്ല കേട്ടോ. ഭാരത് മാതാദ്വാർ എന്ന് പറയുന്നതിന്റെ മലയാളീകരണത്തിലേക്ക് എത്തിച്ച സമയത്ത് സത്യം പറഞ്ഞാൽ കേരളത്തിൽ ഒട്ടുമിക്ക മിത്രങ്ങൾ ആകെ അന്തം വിട്ടുപോയി എന്നാണ് ഇപ്പോൾ ഒരു ട്രോളുകളൊക്കെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. എന്ത് തരം പേരാണ് ഇതെന്ന് കേരള മിത്രങ്ങളൊക്കെ ആകെ അന്തം വിട്ട് നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ മുതൽ അതിനെ മലയാളത്തിലേക്ക് എങ്ങാൻ ആ ഒരു ഹിന്ദി വാക്കിനെ തർജ്ജമ ചെയ്തു കഴിഞ്ഞാൽ എന്ത് പേരായിരിക്കും നമ്മൾ വിളിക്കേണ്ടി വരും എന്ന് പറയുന്ന ഒരു വലിയ കൺഫ്യൂഷനിലേക്കാണ്. ഇതാ പറഞ്ഞേ, ഇവർ അമ്പലം പള്ളിയൊക്കെ വിട്ടിട്ട് പതുക്കെ ഇപ്പൊ മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ എൻട്രി ചെയ്ത് തുടങ്ങിയിരിക്കുന്നു. ഇനി എന്തൊക്കെ പേരുകളായി ഇവന്മാരെ കണ്ടെത്തുന്ന ഒരു പിടുത്തമില്ല കേട്ടോ. ബൈ.